ഇൻട്രഡക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് പാട്ട്. അപ്പോൾ വിജയ് എന്ന് ചോദിച്ചു, സാർ ഇൻട്രഡക്ഷൻ സോങ് കിടച്ചാൽ ഇപ്പോൾ റഹ്മാനായിട്ട് ഞാൻ മാത്രമേ കമ്മ്യൂണിസ്റ്റ് വേറെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടർ വരില്ല, ഭരതനെ വരെ റഹ്മാൻ മൈൻഡ്. ഞാൻ ഇനി സാമിയായിട്ട് നല്ല വെറുതെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. ഒരു 7:30 ആയപ്പോൾ വിജയുടെ വീട്ടിൽ വിജയ് ഇറങ്ങി വന്നു. വിജയുടെ ബ്ലാക്ക് SUV കാറിൽ ഇട്ടിട്ട് CD ഇട്ടു. ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. വിജയ് ആകെ ഡൗൺ ആയി. ഇത് വേണ്ട സാർ, ഇത് യൂസ്ഫുൾ ആകാം സാർ. ഈ സോങ് ഒരു സ്ലോ സോങ് ആണ് താനും. ഈ തമിഴ്നാട്ടിൽ വിജയ് ഇവിടുത്തെ ഓപ്പണിംഗ് സോങ് ടക്കടക്കടക്കടാന്നിരിക്കണമല്ലോ, ഡപ്പാങ്കൂത്ത് സോങ്. റഹ്മാൻ അങ്ങനത്തെ സോങ് അല്ലല്ലോ, അവൻ്റെ മനസ്സിൽ അത് നല്ലൊരു സോങ്ങാണ്, ഒരു ക്ലാസിക് പോലത്തെ സോങ്. അത് വിജയ്ക്ക് പിടിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ ഞാൻ ഇത് മാറ്റി ചെയ്യാന്ന് പറഞ്ഞു. മാറ്റി ചെയ്യാന്ന് പറഞ്ഞത് എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞാൽ മാറ്റി ചെയ്യാമെന്ന് റഹ്മാൻ്റെ അടുത്ത് ആരും പറയല. முடியாது சார், முடியாது, மாட்ட யாரும் சொல்ல மாட்டேன் சார், மாட்டலாம் நான் மாற்றி மேடிச்சார். மறுபடியும் வேறு சோங் ரெக்கார்ட் பண்ணுவாரா സാർ? കേട്ട് പാട്ടിലാണ് കേട്ട് പാടും. അയാൾ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി. കാപ്പിയും തന്നില്ല, ചായയും തന്നില്ല, ഒരു ബൈക്കും തന്നില്ല. അപ്പോൾ ഞാൻ നേരെ വണ്ടി വിട്ട് നേരെ സ്വാമിയുടെ അടുത്തേക്ക് വന്നു. സ്വാമി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞു, സ്വാമി ഇത് വിജയ്ക്ക് പിടിച്ചില്ല. അപ്പോൾ സ്വാമി ചോദിക്കും, സാർ அப்படி பண்ண மாட்டேன், ரெக்கார்டிங் பண்ணி போயிല്ല. അല്ല അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ റഹ്മാൻ സാർ ഒന്ന് പാക്കസല്ലേ പാക്കണം നമുക്ക് കേട്ടിട്ട് വരാം. ഉടനെ ഇവൻ പോയി പറഞ്ഞോണം, അപ്പോൾ സാർ ഇങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട് കുറച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി റെക്കോർഡിങ് നിർത്തി വെച്ചിട്ട് വിസിറ്റിംഗ് റൂമിൽ ഇറങ്ങി. റഹ്മാൻ്റെ മുഖം ഭയങ്കര സാർ അത് ഹീറോക്ക് പിടിക്കലേ, ഹീറോക്ക് പിടിക്കലേ, ഹീറോക്ക് പിടിക്കലവാ, உங்களுக்கு പിടിക്കലവാ, எனக்கும் பிடிக்கல, உங்களுக்கு பிடிக்கல, எனக்கும் பிடிக்கல சார். அது டப்பாங்கூத்து மாதிரி ஒன்றும் பண்ண மாட்டேன், சுத்தமாக பிடிக்கல. என்ன பண்ணலாம், മാറ്റി பண்ணணுமா? അപ്പോൾ ഞാനത് മറുപടി പറഞ്ഞില്ല. അയാൾ ഇങ്ങനെ സ്വാമിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു മിനിറ്റ് സൈലൻസ്. സ്വാമി വാലി സാറെ கூப்பிடும். சார் ஒரு விஜய் படத்துக்கு நம்ம ஒரு ஃப்ரெண்டு ப்ரொடியூசர், நான் யூஸ்வலி பண்ண மாட்டேன், ப்ரொடியூசர் எனக்கு ரொம்ப வேண்டப்பட்டவர், அவர் சின்ன வயசுலேயே எனக்கு தெரிஞ்சவர். அது பாரு நான் ஒரு சோங் ரெக்கார்ட் பண்ணி அவருக்கு பிடிக்கலன்னு சொல்கிறாரு. என்ன சொல்கிறாரு, எனக்கு என்ன பண்ண தெரியாது, இந்த மாதிரி சிச்சுவேஷன் தான், நீங்கள் ஏதோ ஒரு போய்ட்டு ரெடி பண்ணி அதுக்கு நான் மியூசிக் பண்ணி கொடுக்கலாம். இனி மறுபடியும் எனக்கு டூன் போட்டு அதுக்கு ലിറിക്സ് പോട്ടാൽ ശരി വരാതെ എന്ന് പറഞ്ഞ് ഇയാളൊരു അവശനായിട്ടും ഓക്കെங்களா എന്നൊക്കെ പറഞ്ഞ് തോന്നിച്ചു. എന്നോട് പറഞ്ഞു, സാറ് നാളെ കാലയിൽ വാലി സാർ വീട്ടിൽ കൂട്ടിയിട്ട് പോകണം. പിറ്റേ ദിവസം രാവിലെ 1 ലക്ഷം രൂപ കൈ വെച്ചാണ് കിട്ടുന്നത്. വാലി സാറിന് ഒരു പാട്ട് ഇടുന്നതിന് 1 ലക്ഷം രൂപ. അവിടെ പോയി വാലി സാർ അങ്ങനെ മുറിച്ച് ചോദിച്ചു, ഇങ്ങനെ നല്ല വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഭരതൻ കഥയെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നോട് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തത് എന്താണെന്ന് വെച്ച് എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു. പിന്നെ അതിനെ പറ്റിയിട്ട് യാതൊരു വിവരമില്ല. വിളിച്ചു ഒരു ദിവസം സാറിന് വിളിച്ചു, സാർ അത് ഇൻട്രഡക്ഷൻ സോങ് റെഡി വരുവീங்களா? അപ്പോൾ സാർ നിങ്ങൾ മട്ടും വന്നാൽ പോതും, വേറെ ആരും കൂട്ടോ, ഡയറക്റ്റ് വരാൻ വേണ്ടി നിങ്ങൾ മട്ടും വന്നാൽ പോതും പറഞ്ഞു പുള്ളി. അപ്പോൾ ഞാൻ തന്നെ ചെല്ലുക. എല്ലാ പൂഴും ഇരുവനൊരുവനൊക്കെ നീ നദി പോലെ ഓടിക്കൊണ്ടേരി. ഇത് റഹ്മാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അസൽ പാട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പാട്ട്. ഞാൻ അവിടെ നിന്ന് CD എടുത്ത് എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ ഇവിടെ ഫ്ലാറ്റിൽ വന്ന് ഭരതനെ കൂട്ടി നേരെ ജയ് സാർ പഴയ കിട്ടി 8 മണിക്കാണ് ഇവിടെ കൊടുത്തു. അതേപോലെ SUV ഒന്ന് കേട്ടു. അവിടെ തലയാട്ടിയാണ് അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഒന്നും മിണ്ടില്ല, തലയാട്ടി. സ്വാമിനെ വിളിച്ച് പറഞ്ഞു, റഹ്മാനെ ഫോണിൽ കിട്ടൂല, സ്വാമി നല്ല പാട്ടാണ് ഹീറോ சொல்லுന്നത് സാർ കിട്ടാൻ ഞാൻ சொல்ல മാട്ടേ, உங்களுக்கு പിടിച്ചെടുക്കുന്ന സ്വന്തം ഇവിടെ എടുത്തിട്ട് പോയതാണ്. അതൊക്കെ അപ്പുറം അവർക്ക് അവർ കേൾവിയെ കേൾക്കാൻ മാട്ടേ. അതായത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ. പിന്നെ ഹീറോക്ക് പിടിച്ചെന്നത് ഞാൻ അവർക്ക് சொல்ல മാട്ടേ, അവർക്ക് കേൾക്കാൻ മാട്ടേ. ആ പാട്ടിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ വിജയ് 60 സിനിമ അഭിനയിച്ച 60ാമത് സിനിമയുടെ പത്രക്കാർ ചോദിച്ചു, വിജയ് ഇതുവരെ നടിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടം. അപ്പോൾ പറഞ്ഞു, അഴകിയ തമിഴ് സിനിമയിൽ എല്ലാ പുകഴും ഇരുവനും, അതാണ് എനിക്ക് ഇന്ന് വരെ ഞാൻ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന്. 60ാമത്തെ സിനിമയിൽ വിജയ് 60 എന്ന് പറയുന്ന ഒരു പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു. 7ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ 7ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ പാട്ടുണ്ട്.